ഒടിഞ്ഞ് താഴ്വണ്ണ എന്താ ചെയ്യുക? അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് പോയിക്കോളാം. ഉള്ളിൽ കയറാൻ ഭയങ്കര പേടിയാ. അയ്യോ നമസ്കാരം. മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യം നടക്കൂല. താഴെ ഇറങ്ങുമെന്നുള്ള സംശയമാണ്. മേളിൽ വണ്ടി കയറ്റി താഴെ ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, നിങ്ങളെന്താ പറയുന്നത്, ഇത് പറഞ്ഞാൽ മുകളിലോട്ട് പൊന്തി കഴിഞ്ഞാൽ താഴെ ഇറക്കാൻ വളരെ പ്രയാസം. എന്നാൽ എന്താ പിന്നെ ഇത് മൊത്തം അഴിമതി നിറഞ്ഞാന്ന് പറയുന്നത്. ആണ് ഞമ്മക്ക് ഞാനിവിടെ വണ്ടി കൊണ്ട് വന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര പേടിയാ. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും അത് നടക്കൂല. ഞങ്ങള് തിരുവനന്തപുരത്ത് വരുന്ന തിരുവനന്തപുരത്ത് ഇഷ്ടംപടി മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. പക്ഷെ ഇവിടെ മാത്രമല്ല ഇങ്ങനെ ഇവിടെ ഇത് മൊത്തം അഴിമതി പറഞ്ഞല്ലേ. പിന്നെ ഇത് മേലെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ സ്ക്രൂ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി താഴെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി കയറുന്ന പരിപാടിയില്ല, ഒരു പരിപാടിയില്ല. വണ്ടി താഴെ വെക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഒടിഞ്ഞ് താഴ്വണ്ണ എന്താ ചെയ്യുക? അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് പോയിക്കോളാം. ഉള്ളിൽ കയറാൻ ഭയങ്കര പേടിയാ. അയ്യോ നമസ്കാരം. അപ്പൊ മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ അവസ്ഥ കണ്ടല്ലോ. വലിയ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 60ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പാർക്കിംഗ് സംവിധാനം പണിയുന്നു എന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. പക്ഷേ എന്താണ് ഇവിടുത്തെ സ്ഥിതിയെന്ന് നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് കണ്ടല്ലോ. ഞങ്ങളും വാഹനം അകത്തിടാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചില ടാക്സിക്കാരൊക്കെ അവരുടെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് അകത്ത് കയറാൻ പറ്റാത്തതെന്ന്. ഇതെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നേ ഇവിടെ വേറെ പാർക്കിങ്ങിന്റെ ഒരു ഇതില്ല. ഇത് മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഉണ്ടല്ലോ. പാർക്കിംഗ് ഉണ്ട്, പക്ഷെ അതില് ധൈര്യത്തിൽ പാർക്ക് ചെയ്യാൻ പറ്റൂല. എന്താ പ്രശ്നം? നെറ്റ് ബോൾട്ട് കാര്യങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് കാണുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മളെ വണ്ടി ധൈര്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല ഇത് പുതിയതല്ലേ? പുതിയ തന്നെയാണ്, പക്ഷെ നിങ്ങൾ അത് നോക്കിയിട്ട് അതിന്റെ നെറ്റ് ബോൾട്ട് എല്ലാം കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച അവസ്ഥയിലുള്ള ഏത് സമയത്ത് പൊട്ടി വന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ നോക്കിയപ്പോ താഴത്തെ നിലയിൽ കുറച്ച് വണ്ടി കിടപ്പുണ്ട്, പക്ഷേ മേളിലോട്ടൊന്നും വണ്ടികൾ ഇല്ല. എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഒരുപാട് അഴിമതി കഥകളെല്ലാം പറയുന്നുണ്ട്. ഇതിപ്പോ എത്ര ക്വാളിറ്റിയുള്ള സാധനം മെറ്റീരിയൽസ് എന്തെല്ലാം നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളെ വണ്ടി നമ്മളെ ധൈര്യത്തിൽ നമ്മൾ കയറ്റിയിട്ടാകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പ്രശ്നം നടക്കുന്നതിന്റെ അടുക്ക ഒന്നും കിട്ടൂല എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് ഒരു ധൈര്യം പേടിച്ചിട്ടാണ് പുറത്തിട്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിരാവസ്ഥ. സ്ഥിരാവസ്ഥ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ പുതിയ കണ്ടുവരുന്ന അവസ്ഥ ഇത് തന്നെയാണ്. അല്ല ഇപ്പൊ നമ്മളൊരു വലിയ നഗരമാകുമ്പോഴേ പാർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപടി മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ കോർപ്പറേഷനിൽ വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നത്. പക്ഷെ ഇത് തുടക്കം മുതലേ അഴിമതിന്റെ കഥകൾ ഇങ്ങനെ തുടരെ ഓരോന്നോരോന്നായി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ എത്ര തരം ക്വാളിറ്റിയാണ് എന്തെല്ലാന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്കൊരു ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് താഴെ ഇറക്കാൻ പറ്റുന്ന ഉറപ്പില്ല. ഇല്ല, അതാണ് നമ്മളൊരു ഇത്. സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂര്. അവിടെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ വണ്ടി കയറ്റാൻ പോലും ഈ നാട്ടിലെ മനുഷ്യർക്ക് പേടിയാണ്. കാരണം മറ്റൊന്നുമല്ല, കയറ്റിയാൽ പിന്നെ ഇറക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇറക്കണമെങ്കിൽ ചിലപ്പോൾ ക്രെയിൻ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. നേരത്തെ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ചിലരൊക്കെ പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ റിസ്ക് എടുത്ത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നില്ല. തൽക്കാലം ഇവിടുന്ന് വണ്ടിയും എടുത്ത് ഞങ്ങൾ സ്റ്റാൻഡ് വിടുകയാണ്. അപ്പോൾ മറ്റൊരിടത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം.